كل نفس ذائقة الموت. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആലു ഇംറാൻ സൂറത്തിലെ 185-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ശരീരവും മരണത്തിനെ രുചിച്ചു നോക്കും. അതായത് ജനിച്ച മുഴുവൻ ആളുകളും മരിച്ചു പോകും. അത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, അത് മാത്രമേ നമുക്കറിയാതെയുള്ളൂ. ജനിച്ച മുഴുവൻ ആളുകളും മരിക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം ഖൈറായ നിലയിലാക്കി തരുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇന്നിവിടെ പറയാൻ വന്നത്, നമ്മൾ ആരും മരണത്തെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നാണ്. ഈ വിഷയം പറയുമ്പോൾ ആദ്യമായി ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മരണം എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിരിക്കാൻ വകുപ്പുണ്ടാവില്ല. നമ്മൾ തെറ്റുകൾ ചെയ്യൂല. നമ്മൾ ഒരു ഉദാഹരണത്തിലൂടെ അത് നോക്കുകയാണെങ്കിൽ, ഒരു അസുഖബാധിതനായ ഒരാള് ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട്, എല്ലാ ചെക്കപ്പും ചെയ്തിട്ട് അദ്ദേഹത്തിനോട് പറയുന്നു, നിങ്ങളുടെ രോഗത്തിനും മരുന്നില്ല, നിങ്ങൾ ദിവസങ്ങൾക്കകം മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ആ ആളുടെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം ഏതു സമയത്തും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട്, തെറ്റുകൾ ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ? ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള ആ ഡോക്ടറുടെ മൊഴി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏത് സമയത്തും ഉണ്ടാകും. എന്നാൽ ഈ ഡോക്ടർ പറഞ്ഞതിനേക്കാളും അടുത്ത്, നമ്മൾ ധരിച്ചിട്ടുള്ള ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്ത് നമ്മുടെ മരണം നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യൂല. നമുക്ക് ചിരിക്കാൻ പോലും കഴിയില്ല. കാരണം എന്താ? നമ്മുടെ മരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ മരിക്കുന്നതായിട്ട് ഞാനും, നിങ്ങൾ മരിക്കുന്നതായിട്ട് നിങ്ങളും ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ മരിക്കുന്ന ദിവസം നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ നാടിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും അവസ്ഥ എന്താണ്? ഉദാഹരണത്തിന്, ഞാൻ ഒരു ദിവസം മരിച്ചു പോയാൽ എന്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്കും കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ അറിയിപ്പ് വരികയാണ്. ആ സമയത്ത് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഉസ്താദിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഹുസൈൻ തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 3 പ്രാവശ്യം അനൗൺസ്മെന്റ് വന്നു. ആ സമയത്തേക്ക് എന്റെ കുടുംബക്കാരും എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് തിരക്കിലാണ്. എന്താണ് തിരക്ക്? എന്റെ മരണവാർത്ത മറ്റുള്ള ആളുകളിലേക്ക് അറിയിക്കുന്ന തിരക്ക്. അവര് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നു, ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നു. അവരാൽ കഴിയുന്ന എല്ലാ രൂപത്തിലും അവർ എന്റെ മരണവാർത്ത മറ്റുള്ള ആളുകളെ അറിയിക്കുന്ന തിരക്കിലാണ്. എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് അറിയിക്കുക? കടുകട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അറിയിക്കുക? പരസ്പരം മത്സരിച്ചുകൊണ്ട് അവര് മരണവാർത്ത കൈമാറുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഏത് രാജ്യത്തുള്ള ആളുകളും എന്റെ മരണവാർത്ത അറിയുകയാണ്. എന്നാൽ ഈ സമയത്ത് എന്റെ വീടിന്റെ അവസ്ഥ എന്താണ്? ഞാൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. ഞാൻ മരിച്ചു എന്ന് പറയുന്ന ആ സമയം മുതൽ ഹുസൈൻ തങ്ങൾ എന്നുള്ള പേര് മാറി. പിന്നെ മയ്യത്ത് എന്നായി പേര്. ആരൊക്കെയോ വന്നുകൊണ്ട് എന്റെ ഡ്രസ്സുകൾ മുഴുവനും അഴിച്ചു മാറ്റിയിട്ട് ഒരു വെള്ള തുണിയും പിരിപ്പിച്ചിട്ട് വയറിന് മുകളിൽ ചെറിയ ഒരു കനവും വെച്ചിട്ട് കിബിലക്ക് അഭിമുഖമായി കിടത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വീടിന്റെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. പല ആളുകളും വരാൻ തുടങ്ങി. കുടുംബക്കാര്, സുഹൃത്തുക്കള്, നാട്ടുകാര് ഒക്കെ വരാൻ തുടങ്ങി. വരുന്ന ഓരോ ആളുകളും മയ്യത്തിനെ മൂടിയിട്ടുള്ള തുണിയൊന്ന് ഉയർത്തിയിട്ട് മയ്യത്തിന്റെ മുഖം നോക്കിയിട്ട് അവിടെ തന്നെ മൂടിയിട്ട് പല ആളുകളും ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്. പല ആളുകളും പലതരത്തിൽ സംസാരിക്കുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, ഇങ്ങനെയുള്ള നമ്മുടെ അടുത്ത ആളുകൾ പല ഭാഗത്തും ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്. പല ആളുകളും പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് അവര് ഭയങ്കര തിരക്കാണ്. ചില ആളുകള് താർപ്പാള കെട്ടിയിട്ട്, പ്ലാസ്റ്റിക് കെട്ടിയിട്ട് പന്തലൊരുക്കുന്നുണ്ട്. ചില ആളുകള് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്നുണ്ട്. ചില ആളുകള് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി, മയ്യത്ത് കട്ടിലെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ആളുകളും തിരക്കിട്ട പണിയിലാണ്. എല്ലാവർക്കും ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, എപ്പോഴാണ് മയ്യത്ത് എടുക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? ആരെങ്കിലും വരാനുണ്ടോ? ഇനി എന്തിനാണ് താമസിപ്പിക്കുന്നത്? വേഗം കുളിപ്പിക്കാൻ എടുക്ക്. ഇങ്ങനെ പറഞ്ഞ് അവസാനം മയ്യത്തിനെ കുളിപ്പിക്കാൻ എടുത്തു. മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്നിട്ട്
3 കഷ്ണം തുണിയിൽ നമ്മളെ പൊതിഞ്ഞിട്ട് പള്ളിയിലേക്ക് എടുത്ത് ഓടുകയാണ്. പള്ളിയിലേക്ക് പോകുമ്പോ മെല്ലെ മെല്ലെ അല്ല പോകുന്നത്, പള്ളിയിലേക്ക് പോകുമ്പോ ഓടുകയാണ്, സ്പീഡിൽ പോവുകയാണ്. ആ സമയത്ത് ഇന്നലെ വരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ നമ്മുടെ ഭാര്യ, നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ മക്കള്, അവര് പറയുമോ ഒരു ദിവസം ഈ മയ്യത്തിനെ ഇവിടെ വെക്ക്, ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന്? 1 മണിക്കൂർ ഒന്ന് അവിടെ പിന്തിക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് അവര് പറയോ? ഇല്ല. നമ്മളെ എടുത്തു കൊണ്ടുപോവുകയാണ്. അവിടെ പള്ളിയിൽ വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പേ ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കും. ഈ മയ്യത്തുമായിട്ട് അക്കടപാട് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സാമ്പത്തികമായി ഇടപാടുകളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. അല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ആ കടമോ വല്ല ബാധ്യതയുണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കുക, അവരുമായിട്ട് നിങ്ങൾ തീർത്തുകൊള്ളുക, ഈ മയ്യത്തിന് നിങ്ങൾ പൊരുത്തപ്പെടുക. അതുപോലെ തന്നെ രണ്ടാമതായി പറയും, ഈ മയ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മോശമായി വാക്കിനാലോ പ്രവർത്തിയാലോ വല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇത് പറഞ്ഞതിന് ശേഷം മയ്യത്ത് നിസ്കരിച്ചിട്ട് ഉടനെ തന്നെ എടുത്തു കൊണ്ടുപോവുകയാണ് ഖബറിലേക്ക്. ആ ഖബർ എന്ന് പറയുമ്പോ, നമുക്കിന്ന് ഖബർ എന്ന് പറയുമ്പോ പേടിയില്ല. എന്നാൽ ആ ചെരിഞ്ഞു മാത്രം കിടക്കാൻ കഴിയുന്ന ആ ഖബർ, ആ ഖബറിലേക്ക് ഒരു മയ്യത്തിനെ വെച്ച് കഴിഞ്ഞാൽ ഖബറിന് ഒരു കുസൃതി ഉണ്ടെന്നാ. ഖബറിലേക്ക് ഒരു മയ്യത്തിനെ വെച്ചാൽ ആ മയ്യത്തിനെ പിടിച്ചൊന്ന് ആലിംഗനം ചെയ്യും, ഒന്ന് കെട്ടിപ്പിടിക്കും. ആ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മുടെ 2 ഭാര്യയിൽ ഇതുപോലെ ഇങ്ങനെ കോർത്തുപോകുന്ന അല്ലാഹു തആല നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ഖബറിന്റെ അദാബിനെ തൊട്ട് നമ്മെ എല്ലാവരെയും അല്ലാഹു തആല കാത്തു സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായുടെ മയ്യത്ത് ഖബറിന്റെ അടുത്ത് വന്ന് വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു എന്താ ഖബറിനോട് പറഞ്ഞത്? ഓ ഖബറേ, ഇതാരുടെ മയ്യത്താണെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായുടെ മയ്യത്താണ്. അതുകൊണ്ട് നീ എല്ലാവരോടും കളിക്കുന്ന പോലെയുള്ള പോക്കിരിത്തരം ഈ മയ്യത്തിനോട് നീ കളിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഖബറിന്റെ ഭാഗത്ത് നിന്നൊരു അശരീരി കേട്ടു. ഓ അലി എന്നവരെ, ഇവിടെ തറവാട് മഹിമ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ എന്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ അവര് ചെയ്തിട്ടുണ്ടോ? അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ അടുത്ത് രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടൂല അലിയേ. ആരെക്കുറിച്ചാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് എങ്ങനെയാണ് ചിരി വരുന്നത്? നമുക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ മനസ്സ് വരുന്നത്? ആ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിന്റെ മേലെ വരുന്നത് മുമ്പൊക്കെ കല്ലായിരുന്നെങ്കിൽ ഇന്ന് അധിക സ്ഥലത്തും കോൺക്രീറ്റ് പാളികളാണ്. കോൺക്രീറ്റ് പാളികൾ ഇട്ടുകൊണ്ട് അതിന്റെ ഇടയിലൂടെ വല്ല ശബ്ദങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടി മണ്ണ് വെള്ളം കൂട്ടി കുഴച്ചിട്ട് എല്ലാ ഭാഗവും കോൺക്രീറ്റ് ചെയ്യുന്നത് പോലെ എല്ലാ ഭാഗവും ഫില്ലാക്കുകയാണ്. അതിനുശേഷം എല്ലാ ആളുകളും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ 3 പിടി മണ്ണും വാരിയിട്ടിട്ട് എല്ലാ ആളുകളും അവിടെ നിന്ന് തൽക്കീനോദി കൊടുത്തിട്ട് ദുആ ചെയ്തിട്ട് പിരിയുകയാണ്. ആ പിരിയുന്ന സമയത്ത് നമ്മൾ അതിരറ്റ് സ്നേഹിച്ച സുഹൃത്തുക്കള് അവരവിടെ നിൽക്കുവോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കള് അവരവിടെ നിൽക്കുവോ? ഉണ്ടാവില്ല. എല്ലാ ആളുകളും പിരിഞ്ഞു പോകും. പക്ഷേ ആ മയ്യത്തിനിക്കറിയാം ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ആരൊക്കെ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഒക്കെ ആ മയ്യത്തിനിക്കറിയാം. പക്ഷേ പ്രതികരിക്കാൻ കഴിയില്ല. പിന്നെ ആ ഖബറിലുള്ള അവസ്ഥ എന്താണ്? ഇന്നലെ വരെ മണിമാളികയിൽ കിടന്ന ആള് ഇന്ന് ഖബറിലാണ്. ആ ആദ്യത്തെ രാത്രി അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പറയാം. ഈ സമയത്തൊക്കെ എല്ലാ സമയത്തും നമ്മൾ മരിച്ചു കിടക്കുമ്പോ, നമ്മളെ കൊണ്ടുപോകുമ്പോ, കൊണ്ടുവരുമ്പോ എല്ലാ സമയത്തും നമുക്ക് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, നമ്മളെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല, നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, നമുക്ക് അനങ്ങാൻ കഴിയില്ല. നമ്മുടെ ഭാര്യ കരയുമ്പോ, നമ്മുടെ മക്കള് കരയുമ്പോ, നമുക്ക് വേണ്ടപ്പെട്ടവർ കരയുമ്പോ ഒക്കെ നമുക്ക് അവരെ സമാധാനിപ്പിക്കണമെന്നുണ്ട്, അവരോട് സംസാരിക്കണമെന്നുണ്ട്.
നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടാകും, പക്ഷെ മറ്റുള്ളവർ കേൾക്കൂല, നാവ് അനങ്ങൂല, നമ്മുടെ ഒരു കൈയും ഒരു അവയവങ്ങളും അനങ്ങില്ല, നമ്മുടെ ശബ്ദം പുറത്തു വരില്ല. അല്ലാഹു തആല നമ്മുടെ മരണം ഖൈറായ നിലയിലാക്കി തെരുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ആ ഖബറിലാണ് നമ്മൾ കിടക്കുന്നത്. ആ ഖബറിലെ ആദ്യത്തെ രാത്രി, അവിടുത്തെ അവസ്ഥ എന്താണ്? ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീട് അത് ഖബറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുനിയാവ് ഇത് നശിച്ചു പോകുന്നതാണ്, ഇത് നമ്മുടെ ജീവിതമല്ല, ഇത് വെറും കൃഷിസ്ഥലമാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവ് ആഖിറത്തിലേക്ക് വേണ്ട കൃഷി ഇറക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ നല്ല കൃഷി ചെയ്തിട്ട് അതിന്റെ എല്ലാ നന്മകളും കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ രക്ഷപ്പെടും, അല്ലെങ്കിലോ നമ്മൾ അവിടെ കഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തു സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.